നമ്മുടെ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ്. അത് നമുക്കത് മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം കച്ചവടം നടക്കുന്നത് അവരുടെ പേരിലാണ്. അതെ, അവരുടെ പേരിൽ തന്നെയാണ്. ഹണി റോസിന് നേരിടേണ്ടി വന്ന കാര്യങ്ങളിൽ വളരെയധികം വിഷമമുണ്ടെങ്കിലും അവർ ചെയ്തത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പബ്ലിക് പോളിസി അനലിസ്റ്റായ ഡോക്ടർ നിഷ. തനിക്ക് മാനനഷ്ടമുണ്ടായാൽ അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാം. എന്നാൽ അതിനെതിരെ വിമർശനമുണ്ടാകുമ്പോൾ അതും കൂടി അംഗീകരിക്കാൻ ഹണി റോസ് തയ്യാറാകണമെന്നും അവർ പറയുന്നു. ന്യൂസ് 18 മലയാളം ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ നിഷ. ബോബി ചെമ്മണൂർ ചെയ്ത കാര്യം വളരെയധികം തെറ്റാണ്. അദ്ദേഹം ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആർട്ടിക്കിൾ 19 ഉണ്ട്, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കാനുള്ള അവകാശം എന്നല്ല. ഇടം പൊരുൾ ഏവൽ എന്ന പ്രമുഖ തമിഴ് കവി തിരുവള്ളുവരിന്റെ ഒരു വാക്കുണ്ട്. സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും വസ്ത്രം ധരിക്കുകയും വേണമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഹണി റോസിനെതിരെ നടന്ന ബോഡി ഷേമിങ്ങിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അവർ വളരെയധികം സഹിച്ചു. എന്നാൽ ഇടം പൊരുൾ ഏവൽ എന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുംഭമേള നടക്കുകയാണല്ലോ. കുംഭമേളയിൽ സ്വാമിമാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ സാധിക്കില്ല. ഞാൻ ഒരു അധ്യാപികയാണ്. ബിക്കിനിയോ ഷോർട്സോ ഇട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയാൽ അത് വേറെയാണ് മര്യാദ. അടിസ്ഥാനപരമായ മര്യാദ പാലിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണെന്നും അവർ പറയുന്നു. ഹണി റോസ് ആദ്യമായല്ല ഇത്തരമൊരു വിമർശനം കേൾക്കുന്നത്. വിമർശനങ്ങളും ഫീഡ്ബാക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒരു സെലിബ്രിറ്റിയാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഏത് ഭാഷയിലെയും സെലിബ്രിറ്റികൾ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള വസ്ത്രവും എല്ലാവരും ധരിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരിടവും സ്ഥലവുമുണ്ട്. അവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് കുറച്ച് മോശമായതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായി തോന്നുന്നത്. ഹണി റോസ് ഇവിടെ തെറ്റുകാരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് നേരിടേണ്ടി വന്ന വിഷയത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് വെച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്ന് പറയാനാവില്ല. ബോബി ചെമ്മണൂർ ചെയ്ത കാര്യം വളരെ മോശമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. അദ്ദേഹം ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ എന്നും നിഷ ചോദിക്കുന്നു. ഇതിലൂടെ കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ സിനിമകളും കിട്ടുന്ന തരത്തിലേക്ക് ഹണി റോസിന്റെ PR ടീം ഈ വിഷയത്തെ വളച്ചൊടിക്കുകയാണെന്നേ ഞാൻ പറയുകയുള്ളൂ. അവർ ഒത്തിരി അന്യഭാഷാ ചിത്രങ്ങളിലടക്കം അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിലൂടെ അവരുടെ പോപ്പുലാരിറ്റി ഒന്നുകൂടെ വർദ്ധിച്ചു. രണ്ട് കൈ കൂട്ടിമുട്ടുമ്പോഴേ ശബ്ദമുണ്ടാകൂ എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ ഏത് തരത്തിലുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കട്ടെ, പക്ഷേ അതിനെല്ലാം അതിൻ്റെതായ സ്ഥലമുണ്ട്. തൻ്റെ ഭാഗത്തു നിന്നും ചില കരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഹണി റോസ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അവർ അത് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ ഇവർ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ ചെയ്യുന്നത്? ഈ ലോകത്ത് വേറെ നടിമാരില്ലേ? ആരും ഉദ്ഘാടനത്തിന് പോകുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്ര വിഷയം വരാൻ കാരണം? അവർ എന്ത് വേണമെങ്കിലും ധരിക്കട്ടെ, പക്ഷേ ഒരു സെലിബ്രിറ്റി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വലിയ താരമായിട്ടും മഞ്ജു വാര്യർ മനോഹരമായ വസ്ത്രം ധരിച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ, അവർ ഇരുവരെയും താരതമ്യം ചെയ്തെന്നാണ് ചിലർ പറയുന്നത്. മഞ്ജു വാര്യരെയും ഹണി റോസിനെയും താരതമ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരും ഒരു സ്ത്രീയും നടിയുമല്ലേ? അവർ മാത്രമല്ല, വേറെ എത്ര നടിമാരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം ഹണി റോസിന് എങ്ങനെയാണ്? തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ആളുകൾ ചിത്രീകരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഓരോ പരിപാടിക്കും പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനം ഉണ്ടാകുമെന്ന കാര്യം കൂടി അവർ മനസ്സിലാക്കണമെന്നും നിഷ കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക് 24 മലയാളം.